So today we are going to discuss about green engineering. So green engineering. So നമ്മൾ മുന്നേ ടോപ്പിക് ഗ്രീൻ എഞ്ചിനീയറിംഗിൻ്റെ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഹൗ ടു അച്ചീവ് സസ്റ്റൈനബിലിറ്റി ത്രൂ സയൻസ് ആൻഡ് ടെക്നോളജി. അതിൻ്റെ മേലാണ് ഈ ഗ്രീൻ എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സസ്റ്റൈനബിലിറ്റി എങ്ങനെ നമുക്ക് സയൻസും ടെക്നോളജി യൂസ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ മേലെ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് ബേസിക്കലി ഒരു ഡിസൈനാണ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷൻ ആണ് ആൻഡ് യൂസ് ഓഫ് പ്രൊഡക്റ്റ് that are economically feasible with the goal of minimizing environmental impact throughout the life cycle of a product and process. അതായത് ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിലൊരു ഡിസൈനാണ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷൻ ആണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യാം വിച്ച് ആർ എക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം വിത്ത് ഒരു എയിം എന്തായിരിക്കണം നമ്മുടെ മൈൻഡിൽ it should minimize the environmental impact throughout the life cycle of the product. ആ പ്രൊഡക്റ്റ് നമ്മൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ ത്രൂ ഔട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കാരണം എൻവിറോൺമെൻറ്റിൻ്റെ മേലെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് മിനിമൈസ് ആയിരിക്കണം. അതാണ് നമ്മുടെ മെയിൻ ഗോൾ. അതാണ് നമ്മളെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. സോ മീൻസ് ഗ്രീൻ എഞ്ചിനീയറിംഗ് ഇസ് എൻ ഇൻറ്റൻഷണൽ അപ്രോച്ച്. ഗ്രീൻ എഞ്ചിനീയറിംഗ് ഇസ് എ ഇൻറ്റൻഷണൽ അപ്രോച്ച് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റിയുടെ മേലെയുള്ള ഒരു ഇൻറ്റൻഷണൽ അപ്രോച്ചാണ് ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് focus on waste minimization. It focus on waste minimization, pollution prevention, conserving resources and conserve air, and manufacturing environmentally responsible product. Manufacturing environmentally responsible products. So ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രീൻ എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ത്രൂ ഔട്ട് ലൈഫ് സൈക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൈഫ് സൈക്കിൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിനെ കൊണ്ട് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് കാരണം എൻവയോൺമെന്റിലെ മേലുള്ള ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. സോ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഈ ഗ്രീൻ എഞ്ചിനീയറിംഗ് ഒരു ഇന്റൻഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. നമ്മൾ ഇന്റൻഷനലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഫോക്കസസ് ടുവേർഡ്സ് ഇറ്റ്സ് എൻ അപ്രോച്ച് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റൻഷനലി മേക്ക് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഈ ഗ്രീൻ എഞ്ചിനീയറിംഗ്. ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ വേസ്റ്റ് മിനിമൈസേഷൻ. എങ്ങനെ വേസ്റ്റ് മിനിമൈസ് ചെയ്യാം, പൊല്യൂഷൻ പ്രിവെൻഷൻ എങ്ങനെ ചെയ്യാം, അതേപോലെ തന്നെ കൺസേർവിംഗ് റിസോഴ്സസ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ or focus on manufacturing environmentally responsible product manufacture ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഗ്രീൻ എഞ്ചിനീയറിംഗ് പറയുന്നത്. സോ തിങ്ക് സർക്കുലർ ടു പ്രിപ്പയർ ദ ഫ്യൂച്ചർ. ഇതൊരു കോട്ട് പോലെയാണ്. സോ അതിൻ്റെ ലാസ്റ്റ് നമ്മൾ വേറൊരു കോട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് when the last tree is cut and the last fish kill, the last river is poisoned and then you will see that you can't eat muddy. ഒരു കോട്ടാണ്. അതായത് ഈ ഗ്രീൻ എഞ്ചിനീയറിംഗിലേക്ക് സസ്റ്റൈനബിലിറ്റിയെ റിലേറ്റ് ചെയ്യുന്ന ഒരു കോട്ടാണ്. when the last tree is cut and the last fish is killed and the last river is poisoned and then you will see that you can't eat money. അപ്പോൾ ഇതിൽ ഈ ഒരു കോട്ട് മെയിൻ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് മണി കാൺ ബൈ എവറിത്തിങ് എന്നുള്ളതാണ് ഒരു കോട്ട് വരുന്നത്. നമുക്ക് സസ്റ്റൈനബിലിറ്റി വേണം. നമ്മുടെ സറൗണ്ടിങ്സ് നമുക്ക് ഇറ്റ് ഷുഡ് ബി സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ. പൈസ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. പൈസ കൊണ്ട് മരം വാങ്ങാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നട്ടുപിടിപ്പിക്കുക തന്നെ വേണം. സോ ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എങ്ങനെ സസ്റ്റൈനബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും വിത്ത് സയൻസ് ആൻഡ് ടെക്നോളജി. സോ വാട്ട് ഈസ് ഗ്രീൻ എഞ്ചിനീയറിംഗ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ഗ്രീൻ എഞ്ചിനീയറിംഗ് ഇസ് എ ഡിസൈൻ or it's a commercialization and use of products that are feasible and economic while minimizing the risk to human health and environment and generation of pollution at the source. അതായത് ഈ പറഞ്ഞ ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യുക ആൻഡ് ദാറ്റ് ആർ എക്കണോമിക്കൽ ഫീസിബിൾ ആൻഡ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്
It should not have any impact on environmental impact ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ it should minimize the risk to human health and environment. അതായത് environmental impact ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ it should not have any impact on human health also. Environmental impact ഉണ്ടാകുമ്പോൾ ബേസിക്കലി ഹ്യൂമൻ്റെ ഹെൽത്തിനെ ഒരു ബാധിക്കും. സോ ഓവറോൾ പറയുകയാണെങ്കിൽ അതിനൊരു എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാം. സോ ജനറേഷൻ ഓഫ് പൊല്യൂഷൻ അറ്റ് ദ സോഴ്സ് ഓൾസോ ഷുഡ് ബൈ വി ആർ മിനിമൈസിങ് ഇൻ ഗ്രീൻ എഞ്ചിനീയറിംഗ് നമുക്ക് പറയാം. സോ എ ഡിസൈൻ ബേസ്ഡ് ഓൺ 12 പ്രിൻസിപ്പിൾ. നമ്മൾ ഈ ഗ്രീൻ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഡിസൈൻ ബേസ് പറയാൻ 12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ 12 പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദ ഇമ്പാക്ട് പ്രോസസ്സസ് ആൻഡ് പ്രൊഡക്റ്റ് ടു ദ നാച്ചുറൽ എൻവയോൺമെന്റ്. These principles are not simply listing of goals, but they are rather a set of methodologies to accomplish the goals of green designs and sustainability. So ഈ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 12 പ്രിൻസിപ്പിൾ ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ 12 പ്രിൻസിപ്പിൾ ഉണ്ട്. ഈ 12 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ MDG മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ പണ്ടുപോലത്തെ ഗോൾസ് മാത്രമല്ല, അത് സിംപ്ലി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഗോൾസ്, പക്ഷെ ഇതൊരു മെത്തഡോളജിയാണ്. ഈ 12 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 12 പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെത്തഡോളജി ടു അക്കംപ്ലിഷ് ദ ഗോൾ. നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ 12 പ്രിൻസിപ്പിൾസ്. ഒരു ഗ്രീൻ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിന്റെ ഒരു ബേസിക് ഗോൾ ഉണ്ട്. ആ ബേസിക് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഈ 12 പ്രിൻസിപ്പിൾ. 12 പ്രിൻസിപ്പിൾസ് മീൻസ് ഇറ്റ്സ് ദ മെത്തേഡ് ടു അച്ചീവ് ദിസ് ഗോൾ. ഈ നമുക്ക് ഈ ഗ്രീൻ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു പരിപാടി ഉണ്ട്. ആ ഗ്രീൻ ഡിസൈൻ എന്ന് പറഞ്ഞ പരിപാടിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ് ഈ 12 പ്രിൻസിപ്പിൾ, 12 പ്രിൻസിപ്പിൾ. സോ ഇതൊരു ട്രഡീഷണൽ പ്രോസസ് വേഴ്സസ് ഗ്രീനർ പ്രോസസ് ആണ്. സോ ട്രഡീഷണൽ പ്രോസസ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ റോ മെറ്റീരിയൽ എനർജി ഉണ്ട്, കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ്, അത് പൊല്യൂഷൻ കൺട്രോളിലേക്ക് കൊടുത്തിട്ടുണ്ട്, വേസ്റ്റ് പൊല്യൂഷൻ കൺട്രോളിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രീൻ പ്രോസസ്സിൽ നോക്കുകയാണെങ്കിൽ റോ മെറ്റീരിയൽസ് ഉണ്ട്, എനർജി ഉണ്ട്, ദാറ്റ് ഇസ് മോഡിഫൈഡ് കെമിക്കൽ പ്രോസസ്സ് നടത്തി, അതായത് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിലെ പ്രൊഡക്റ്റ് ഇതിൽ വെച്ചാൽ ഹയർ, അതായത് ഈ ട്രഡീഷണൽ പ്രോസസ്സിൽ ഹയർ ഇൻകം, ഹയർ ഓപ്പറേഷൻ കോസ്റ്റ് ഒക്കെയാണ്. ഇവിടെ മോഡിഫൈഡ് കെമിക്കൽ പ്രോസസ്സിനകത്ത് നമ്മൾ ഈ വരുന്ന വേസ്റ്റിന് ഇസ് റീസൈക്കിൾ, വരുന്ന വേസ്റ്റിന് ഇസ് റീസൈക്കിൾ. സോ അവിടെ എന്താ ലോവർ കോസ്റ്റാണ്, ലോവർ ഓപ്പറേഷൻ കോസ്റ്റാണ് അവിടെയുള്ളത്. ഇവിടെയുള്ള ലോവർ ഓപ്പറേഷൻ കോസ്റ്റാണ്. സോ ഇതെന്താ നമുക്ക് പൊല്യൂഷൻ, ഇതെന്താ പ്രൊഡക്റ്റ് ഇസ് ഗിവൺ ടു പൊല്യൂഷൻ കൺട്രോൾ. സോ ട്രഡീഷണൽ പ്രോസസ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ റീസൈക്ലിംഗ് നടക്കുന്നുണ്ട്, ഗ്രീനർ പ്രോസസ്സിൽ റീസൈക്ലിംഗ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ എന്താ ഓപ്പറേഷൻ കോസ്റ്റ് അവിടെ ഹയർ ആയി, ഇവിടെ ഓപ്പറേഷൻ കോസ്റ്റ് ലോവർ ആണെന്ന് നമുക്ക് പറയാം. പ്രസന്റ് എഞ്ചിനീയറിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വയർലെസ് ഫോൺ ആണ്, റേഡിയേഷൻസ് ഉണ്ടാവും അല്ലേ. പ്രസന്റ് എഞ്ചിനീയറിംഗ് പ്രോബ്ലം നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മൊബൈൽ ഫോണിന് കാരണം വയർലെസ് റേഡിയേഷൻസ് ഉണ്ടാവും. ആൻഡ് ഹീറ്റ് ഹസാഡസ് എയർ പൊല്യൂഷൻ ഉണ്ടാവും, ഇൻഡസ്ട്രിയിലുള്ള ഹസാഡസ് എയർ പൊല്യൂഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഹീറ്റ് റേഡിയേഷൻ ഫ്രം ഇലക്ട്രോണിക് ഡിവൈസസിനുള്ള ഹീറ്റ് റേഡിയേഷൻസ് ഉണ്ടാവും. പിന്നെ ഇൻഡസ്ട്രി സോളിഡ് വേസ്റ്റ് ഒക്കെയാണ് പ്രസന്റ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്നാണ് നോക്കാം. So, the concept of green engineering covered by 12 principles were introduced for the first time by Paul T. Anastas and Julie B. Zimmerman in 2003. The concept of green engineering was introduced by this two persons, that is Paul T. Anastas and Julie B. Zimmerman in 2003. The framework of green engineering through 12 principles covers some of the most important industrial processes and technology issues developed in the last decade. So, these 12 principles cover because of this most important industrial process technologies and technological issues which were developed in the last decades. Base ചെയ്തിട്ടാണ് ഈ പറഞ്ഞ 12 principles ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതായത് 12 പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ഫ്രെയിംവർക്ക് ഗ്രീൻ എഞ്ചിനീയറിംഗിന്റെ ഫ്രെയിംവർക്കിലുള്ള 12 പ്രിൻസിപ്പിളും അത് മൊത്തം കവർ ചെയ്യുന്നത്, ഈ 12 പ്രിൻസിപ്പിളും കവർ ചെയ്യുന്നത് ഈ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ടെക്നോളജിക്കൽ ഇഷ്യൂസ് ലാസ്റ്റ് ഡെക്കേഡ്സിൽ ഉണ്ടായ ടെക്നോളജിക്കൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 12 പ്രിൻസിപ്പിൾസ് ഉള്ളത്. ആൻഡ് ദിസ് പ്രിൻസിപ്പിൾ പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ഫോർ ദ സയൻറ്റിസ്റ്റ് and the engineers to engage in designing new material, product and process and systems that are begin to that are very very good to human health, they are very good to human health and environment. Okay, so this E12 principle it's provide a framework. It's provide a framework for scientists
and engineers. Provide a framework for scientists and engineers to engage in designing a new material, product and processes and the system that are very good to friendly to human health and environment. Okay. So this green engineering and its principle can maximize the efficiency in manufacturing process and minimize waste and environment pollution. So green engineering അതിന്റെ പ്രിൻസിപ്പിൾസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അതേപോലെ തന്നെ വേസ്റ്റ് മിനിമൈസേഷനും എൻവിറോൺമെന്റ് പൊല്യൂഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. പ്രിൻസിപ്പിൾ നമ്പർ 1 എന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡിസൈനർ നീഡ് ടു സ്ട്രൈവ് ടു എൻഷുർ ദാറ്റ് ഓൾ മെറ്റീരിയൽ ആൻഡ് എനർജി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആർ ആസ് ഇൻഹെറന്റ്ലി നോൺ ഹസാഡസ് ആസ് പോസിബിൾ. സോ ഡിസൈനർ ഫസ്റ്റ് എൻഷുർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ടും നമ്മൾ ഈ പ്രോസസ്സിൽ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെറന്റ്ലി നോൺ ഹസാഡസ് ആയിരിക്കണം. ഇൻഹെറന്റ്ലി അതായത് ഒറിജിനൽ ഫോമിൽ തന്നെ അത് നോൺ ഹസാഡസ് ആയിരിക്കണം ആസ് പോസിബിൾ. സോ മേക്കിംഗ് ദ പ്രൊഡക്റ്റ് പ്രോസസ് ആൻഡ് സിസ്റ്റം മോർ എൻവയോൺമെന്റലി ബെനിഫിറ്റ്. ഓക്കെ. അതായത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് ഈ വേർഡ് മീൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അതാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻപുട്ടും ഇതേപോലത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി നോൺ ഹസാഡസ്. ആൻഡ് സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബെറ്റർ ടു പ്രിവെന്റ് വേസ്റ്റ് ദാൻ ടു ട്രീറ്റ് ഓർ ക്ലീൻ അപ്പ് വേസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഇസ് ഫോം. സോ വേസ്റ്റ് ഉണ്ടാകുന്നതിന് മുൻപ് നമ്മൾ വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്തല്ലെങ്കിൽ അതിനെ ക്ലീൻ ചെയ്തതിനെക്കാട്ടി നല്ലതാണ് വേസ്റ്റ് ഉണ്ടാവാതില്ല എന്നുള്ള പോസിബിലിറ്റി അല്ലേ. വേസ്റ്റ് ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. അതിനെ ട്രീറ്റ് ചെയ്യുന്നതും അതിനെ ക്ലീനപ്പ് ചെയ്യുന്നതൊക്കെ കോസ്റ്റ്ലി ആണ്. സോ ബെറ്റർ ഇറ്റ് ഇസ് ടു പ്രിവെന്റ് ദ വേസ്റ്റ് ദാൻ ടു ട്രീറ്റ് ഓർ ക്ലീൻ അപ്പ് ദ വേസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഫ്ലോം. തേർഡ് പ്രിൻസിപ്പിൾ ആണ് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓപ്പറേഷൻ. Separation and purification operation should be designed to minimize energy consumption and material use, since product separation and purification consume the most energy and material in many of the manufacturing process. Product separation and purification എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും ഓപ്പറേഷനും നമ്മൾ പ്രോപ്പർ രീതിയിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എനർജി കൺസപ്ഷൻ അതായത് മെറ്റീരിയൽ യൂസും നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എനർജി കൺസപ്ഷനും അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ യൂസ് റെഡ്യൂസ് ചെയ്താൽ നോക്കും. കാരണം ഈ പ്രൊഡക്റ്റ് സെപ്പറേഷനും അതേപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇറ്റ് കൺസ്യൂംസ് മോസ്റ്റ് ഓഫ് ദ എനർജി and the material in many of this manufacturing process. It consumes most of the energy. So appropriate upfront design should be used to minimize the same. അതായത് ഈ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന എനർജി ഈ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും ഓപ്പറേഷനകത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, എനർജി യൂസ് അല്ലെങ്കിൽ എനർജി കൺസപ്ഷൻ കൂടുതലാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ കൺസപ്ഷൻ കൂടുതലാണ്. സോ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ഡിസൈൻ ടു മിനിമൈസ് എനർജി കൺസപ്ഷൻ ആൻഡ് മെറ്റീരിയൽ യൂസ് ഇൻ ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓപ്പറേഷൻ. അതാണ് തേർഡ് പ്രിൻസിപ്പിൾ. ഇനി ഫോർത്ത് പ്രിൻസിപ്പിൾ എന്താ? Product processes and the system should be designed to maximize mass, energy and space and time efficiency. If a system is designed, used or applied to less than maximum efficiency, resource being wasted. So, we system design ചെയ്ത് വെച്ച് ആ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് ലെസ് ദാൻ ആ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് ഒരു എഫിഷ്യൻസി നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ആ സിസ്റ്റം നമ്മൾ ആ എഫിഷ്യൻസി വരെ യൂസ് ചെയ്യണം. ആ എഫിഷ്യൻസിനെക്കാട്ടി ലെസ് ദാൻ ദ മാക്സിമം എഫിഷ്യൻസിയെ യൂസ് ചെയ്യുന്നതിൽ നമ്മൾ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിസോഴ്സ് എല്ലാം വേസ്റ്റഡ് ആണ്. സോ ഇഫ് എ സിസ്റ്റം ഈസ് ഡിസൈൻ, നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫ് എ സിസ്റ്റം ഈസ് ഡിസൈൻ യൂസ്ഡ് ഓർ അപ്ലൈഡ് അറ്റ് ലെസ് ദാൻ മാക്സിമം എഫിഷ്യൻസി ആ സിസ്റ്റത്തിൻ്റെ മാക്സിമം എഫിഷ്യൻസിനെക്കാട്ടി കുറവുള്ള എഫിഷ്യൻസിയിൽ ആ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പറയാം റിസോഴ്സ് ഓബ്വിയസ്ലി ഗെറ്റ് വേസ്റ്റഡ് എന്ന് പറയും. അതാണ് ഫോർത്ത് പ്രിൻസിപ്പിൾ. ഇനി ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ എന്താ? Products, processes and the system should be output pulled rather than input pushed through the use of energy and material. ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ പറയുന്നത് പ്രൊഡക്റ്റും പ്രോസസ്സും അതേപോലെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഔട്ട്പുട്ട് പുൾ, അതായത് ഔട്ട്പുട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത്, rather than input pushed. ഇൻപുട്ട് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വേണ്ടത്. ചെറിയ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് വേണം.
through the use of energy and material. നമ്മൾ എനർജിയും മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് പുഷ് ചെയ്തിട്ട് അല്ല നമുക്ക് ഔട്ട്പുട്ട് വേണം. ഇൻപുട്ട് ചെറിയ രീതിയിൽ കൊടുത്താൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് വേണം. അതാണ് ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ദിസ് ലീ ഷാർട്ട്ലിസ് പ്രിൻസിപ്പിൾ നമ്മൾ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. ലീ ഷാർട്ട്ലി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് when a stress is applied to a system at equilibrium, the system readjusts itself. കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള ലീ ഷാർട്ട്ലിസ് പ്രിൻസിപ്പിൾ തന്നെ ഇത്. The system readjusts itself to relieve or offset the applied stress. An increase in the input to a system will increase the output generated. Similarly, when outputs are continuously removed from the system completes or pulls the transformation without much energy or material, thus minimizing the amount of resources consumed. So, ലീ ഷാർട്ട്ലിസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ലീ ഷാർട്ട്ലി പ്രിൻസിപ്പിൾ പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്യുന്ന പിന്നെ ഒരു സ്ട്രെസ് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം എന്താ ചെയ്യുക? സിസ്റ്റം ഇറ്റ്സ് എ ഫ്രീ എഡ്ജസ്. ആ സിസ്റ്റം ബൈ ഇറ്റ്സ് ഓൺ വിൽ റിലേറ്റസ് ടു റിലീവ് ഓർ ഓഫ്സെറ്റ് ദ അപ്ലൈഡ് സ്ട്രെസ്. സ്ട്രെസ് ഓഫ്സെറ്റ് ആവാൻ അല്ലെങ്കിൽ ആ സ്ട്രെസ്സിന് റിലീവ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം തന്നെ റീഅഡ്ജസ്റ്റ് ചെയ്യും. സോ ആൻ ഇൻക്രീസ് ഇൻ ഇൻപുട്ട്, നമ്മളൊരു ഇൻപുട്ടിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, സിസ്റ്റത്തിലേക്കുള്ള ഇൻപുട്ടിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഔട്ട്പുട്ട് ജനറേറ്റഡ് ഓൾസോ. Similarly, when the output are continuously remove ചെയ്യുന്നതാണ് from the system, then the system completes or pull the transformation. അങ്ങനെയാണ് സിസ്റ്റം എന്ന് വെച്ചാൽ it completes or pull the transformation without much energy or material, thus minimizing the amount of resources consumed. So, fifth principle എന്ന് പറഞ്ഞാൽ basically follow ലീ ഷാർട്ട്ലിസ് പ്രിൻസിപ്പിൾ. അതായത് ഇൻപുട്ട്, അതായത് ഔട്ട്പുട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത സിസ്റ്റം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രോസസ് ആൻഡ് സിസ്റ്റം ഷുഡ് ബി ഔട്ട്പുട്ട് പുൾ rather than input push through the use of energy and material. And next principle on sixth principle. Sixth principle എന്ന് പറഞ്ഞാൽ embedded entropy and complexity must be viewed as an investment while making design choices on recycle, reuse and beneficial deposition. So നമ്മൾ ഈ embedded entropy basically means disturbance ആണ്. സോ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലുള്ള ബേസിക്കലി ഡിസ്റ്റർബൻസും അല്ലെങ്കിൽ കോംപ്ലക്സിറ്റിയും നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് വ്യൂ ചെയ്യേണ്ടത്. നമ്മളൊരു ഡിസൈൻ ചോയ്സ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ഡിസൈനിൻ്റെ ചോയ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ എൻട്രോപ്പിയും അതേപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ചോയ്സ് ഓൺ റീസൈക്കിൾ, റീയൂസ് ആൻഡ് ബെനിഫിഷ്യൽ ഡെപ്പോസിഷൻ. ഓക്കെ, ആൻഡ് സെവൻത്ത് പ്രിൻസിപ്പിൾ ആണ് ടാർഗറ്റ് ഡ്യൂറബിലിറ്റി. ടാർഗറ്റഡ് ഡ്യൂറബിലിറ്റി, നോട്ട് ഇമ്മോർട്ടാലിറ്റി ഷുഡ് ബി ഡിസൈൻ. നല്ല ഡ്യൂറബിലിറ്റി വേണം, അതിൽ നോട്ട് ഇമ്മോർട്ടാലിറ്റി സെയിം മീനിങ് തന്നെയാണ്. ടാർഗറ്റഡ് ഡ്യൂറബിലിറ്റി വേണം, അതേപോലെ അതായത് നോട്ട് അതിൻ്റെ ഒരു ലൈഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് വാട്ട് വി ഡു. അതിൻ്റെ ഒരു ലൈഫ് ടൈം കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെ ത്രോ ചെയ്യും അല്ലേ, അതിനെ നമ്മൾ കളഞ്ഞു പോകും. സോ ടാർഗറ്റഡ് ലൈഫ് ടൈം ഷുഡ് ബി it should have a durability എന്ന് പറയാം. So design product with the, we have to design product with the targeted lifetime so as to avoid this immortality, and this reduces the undesirable substance coming to the environment. നമുക്ക് പറയാം. Principle number 8 പറഞ്ഞാൽ design for unnecessary capacity or capability. Design for unnecessary capacity or capability. Solution should be considered as a design flaw. Over design and unrealistic condition should be avoided. അതായത് ഓവർ ഡിസൈൻ അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് കണ്ടീഷനും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. സോ ഇതാണ് എയ്ത്ത് പ്രിൻസിപ്പിൾ, ദാറ്റ് ഇസ് ഡിസൈൻ ഫോർ അൺനെസസറി കപ്പാസിറ്റി ഓർ കാപ്പബിലിറ്റി സൊല്യൂഷൻ ഷുഡ് ബി കൺസിഡർ ആസ് എ ഡിസൈൻ ഫ്ലോ എന്ന് പറയും. അത് അൺനെസസറി കപ്പാസിറ്റിയും കാപ്പബിലിറ്റിയും പറയുന്നത് അങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് അതൊരു ഡിസൈൻ്റെ ഒരു ബാഡ് ഡിസൈൻ എന്ന് നമുക്ക് പറയാം. അതൊരു ഫ്ലോപ്പായ ഡിസൈനാണ്. So, over design and unrealistic condition should be avoided. ഓവർ ഡിസൈൻ ചെയ്യുന്നത് പിന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ ഡിസൈൻ ഉള്ളത് നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നാണ് ഈ എയ്ത്ത് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മളുടെ പറയരുത്. അതായത് ഡിസൈൻ ഫോർ അൺനെസസറി കപ്പാസിറ്റി ഓർ കാപ്പബിലിറ്റി. എക്സാമ്പിൾ, വൺ സൈസ് ഫിറ്റ്സ് ഓൾ സൊല്യൂഷൻ ഷുഡ് ബി കൺസിഡർ ആസ് എ ഡിസൈൻ ഫ്ലോ എന്ന് നമുക്ക് പറയാം. So over design and unrealistic conditions should be avoided in the case of this green engineering. Green engineering concept നമ്മൾ
ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ നമ്പർ 9. That is, material diversity in multiple component products such as car, computer, etc. should be minimized to promote disassembly and value retention. അതായത് നമ്മളിപ്പോൾ ഒരു കാറ് മാനുഫാക്ചർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ഡൈവേഴ്സിറ്റി ഓഫ് കോമ്പോണൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അസംബ്ലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ റിട്ടൻഷൻ കുറയും അല്ലേ, ഷുഡ് ബി മിനിമൈസ്ഡ്. അപ്പം ഈ മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, ഒരേ ടൈപ്പ് ഓഫ് കോമ്പോണൻസ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി ഇൻ മൾട്ടിപ്പിൾ കോമ്പോണൻസ്, നമ്മളിപ്പോൾ ഓരോ കോമ്പോണൻറ്റിനകത്തുള്ള മെറ്റീരിയൽസ് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ത് വേണം, ഡൈവേഴ്സിറ്റി കുറച്ച് കൊണ്ടുവരണം. കാരണം എങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ ഇറ്റ് പ്രൊമോട്ട് ദ ഡിസ്അസംബ്ലി ആൻഡ് വാല്യൂ റിട്ടൻഷൻ. ആ ഒരു കോമ്പോണന്റിന്റെ വാല്യൂ റീറ്റെയിൻ ചെയ്ത് പോകാനും അതേപോലെ തന്നെ അതിന്റെ ഡിസ്അസംബ്ലി പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോമ്പോണന്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി മാക്സിമം മിനിമൈസ് ചെയ്യണം. സച്ച് കാർ, കമ്പ്യൂട്ടറിലൊക്കെ എക്സെട്ര നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പോണൻസിനകത്ത് ഉള്ള മെറ്റീരിയലിന്റെ ഡിഫറൻസ്, അതായത് ഡൈവേഴ്സിറ്റി കുറച്ച് കൊണ്ടുവരണം. ഇങ്ങനെ കുറച്ചുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രൊമോട്ട് ഡിസ്അസംബ്ലിയും പ്രൊമോട്ട് ചെയ്യും, അതുപോലെ അതിന്റെ വാല്യൂ, ആ ഒരു കോമ്പോണന്റിന്റെ വാല്യൂ റിട്ടൻഷൻ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ വാല്യൂ റീറ്റെയിൻ ചെയ്യാൻ ഇയർ മാറുന്നതിനനുസരിച്ച് തന്നെ ആ വാല്യൂ റീറ്റെയിൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. അതാണ് പ്രിൻസിപ്പിൾ നമ്പർ 9. സോ നമ്മളിങ്ങനെ ഡിസ്അസംബ്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മൾട്ടി കോമ്പോണന്റ് പ്രൊഡക്റ്റിനെ നമ്മൾ ഡിസ്അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോമ്പോണന്റിന്റെ എൻഡ് ഓഫ് ലൈഫിൽ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഫ്രം ദ റീയൂസ് ആൻഡ് റീസൈക്കിൾ പോയിന്റ് ഓഫ് വ്യൂ. ആ ഒരു കോമ്പോണന്റിന്റെ എൻഡിൽ, ലൈഫ് സൈക്കിളിന്റെ എൻഡിൽ അത് നമുക്ക് റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും ഡിഫിക്കൽട്ടായിരിക്കും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി ഇല്ലെങ്കിൽ, അതായത് മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി മിനിമൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡിസ്അസംബ്ലി ചെയ്യുന്ന സമയത്ത്, നമ്മൾ മൾട്ടി കോമ്പോണന്റ് പ്രൊഡക്റ്റ് അതിന്റെ എൻഡ് ഓഫ് ലൈഫ് സൈക്കിളിലെ സമയത്ത് ഡിസ്അസംബിൾ ചെയ്യുന്ന സമയത്ത് അതിനെ റീസൈക്കിൾ ചെയ്യാനോ റീയൂസ് ചെയ്യും പോയിന്റ് വ്യൂ ഓഫ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് പ്രിൻസിപ്പിൾ മോണോ മെറ്റീരിയൽ ഡിസൈൻ സ്ട്രാറ്റജി ഷുഡ് ബി പ്രൊമോട്ടഡ്. അതൊരു സിംഗിൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഡിസൈൻ ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതായത് ഇതാണ് നെക്സ്റ്റ് പറഞ്ഞപ്പോൾ, ദ ഡിസംബ്ലിംഗ് ഓഫ് മൾട്ടി കോമ്പോണന്റ് പ്രൊഡക്റ്റ് at the end of the life is difficult from the reuse and recycle point of view. അങ്ങനെ ഡിസ്അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ, മൾട്ടി കോമ്പോണന്റ് പ്രൊഡക്റ്റിനകത്ത് നമ്മൾ ഡിസ്അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എൻഡ് ഓഫ് ലൈഫ് സൈക്കിൾ നമ്മളിപ്പോൾ റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, പ്രിൻസിപ്പിൾ നമ്പർ 10 എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് പ്രൊഡക്റ്റ് പ്രോസസ്സസ് ആൻഡ് സിസ്റ്റം മസ്റ്റ് ഇൻക്ലൂഡ് ഇന്റഗ്രേഷൻ ആൻഡ് ഇന്റർകണക്ടിവിറ്റി വിത്ത് അവൈലബിൾ എനർജി ആൻഡ് മെറ്റീരിയൽ. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസൈൻ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിസൈൻ അല്ലെങ്കിൽ പ്രോസസ്സിന്റെ ഡിസൈൻ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഡിസൈനിൽ അതിനകത്ത് എന്ത് വേണം, ഇറ്റ് ഇൻക്ലൂഡ് ഇന്റഗ്രേഷനും ഉണ്ടാകണം. ഒരു ഇന്റഗ്രേഷൻ പോസിബിലിറ്റി ഉണ്ടാകും, അത് ഇന്റർ കണക്ടിവിറ്റി ഉണ്ടാകണം വിത്ത് അവൈലബിൾ എനർജിയും വിത്ത് അവൈലബിൾ മെറ്റീരിയൽ ഫോർ യൂസ് ചെയ്ത് നമുക്ക് അതിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം, ഇന്റർ കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കണം. അതേപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ ആൻഡ് വേസ്റ്റ് എനർജി captured throughout the production line can be incorporated in the system process and final product. So നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ വേസ്റ്റ് എനർജി നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് ആ ഒരു പ്രൊഡക്ഷൻ ലൈനിൽ ത്രൂ ഔട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇൻ ടു സിസ്റ്റം പ്രോസസ്സസ്. ഷുഡ് ബി ഇൻകോപ്പറേറ്റഡ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം ഇൻ ടു ദ സിസ്റ്റം പ്രോസസ് ആൻഡ് ഫൈനൽ പ്രൊഡക്ട്സ്. 11th പ്രിൻസിപ്പിൾ ആണ്, പ്രൊഡക്റ്റ് പ്രോസസ് ആൻഡ് സിസ്റ്റം ഷുഡ് ബി ഡിസൈൻ ഫോർ ദ പെർഫോമൻസ് ഇൻ കൊമേഴ്ഷ്യൽ. അതായത് പ്രൊഡക്റ്റും പ്രോസസ്സും അതേപോലെ തന്നെ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സിസ്റ്റം ഷുഡ് ബി ഡിസൈൻഡ് ഫോർ പെർഫോമൻസ് ഇൻ എ കൊമേഴ്ഷ്യൽ ആഫ്റ്റർ ലൈഫ്. അതായത് അറ്റ് ദ എൻഡ് ഓഫ് ദ കൊമേഴ്ഷ്യൽ ലൈഫ് ഓഫ് എ പ്രൊഡക്റ്റ്, the components of the product should be in such a way that it could not be recovered or recycled. ആഫ്റ്റർ ലൈഫ് എന്താ പറയുക, അതിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞത്. അറ്റ് ദ എൻഡ് ഓഫ് ദ കൊമേഴ്ഷ്യൽ ലൈഫ് ഓഫ് എ പ്രൊഡക്റ്റ്, the components of the product should be such a way that it could be recovered or recycled. ഓക്കെ, ആ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ ലൈഫ്, അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസ് കഴിഞ്ഞ്, അതിൻ്റെ മാക്സിമം യൂസ് കഴിഞ്ഞ് അതിൻ്റെ ആഫ്റ്റർ ലൈഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ആ പ്രൊഡക്റ്റിൽ യൂസ് ചെയ്ത കോമ്പോണൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്കതിനെ റിക്കവർ ചെയ്യാനും പറ്റണം, റീസൈക്കിൾ ചെയ്യാനും പറ്റണം. അങ്ങനത്തെ പ്രൊഡക്ട്സ്, അങ്ങനത്തെ കോമ്പോണൻസ് ആയിരിക്കണം എന്ന് പറയുന്നത്.
This product, process and system should be designed for performance in a commercial manner after life. After life എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ആ പ്രോസസ്സോ അല്ലെങ്കിൽ ആ സിസ്റ്റം, ആ പ്രൊഡക്റ്റോ ആ പ്രോസസ്സോ അല്ലെങ്കിൽ ആ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞ് കഴിഞ്ഞു. അതിന് ലൈഫ് സ്പാൻ കഴിഞ്ഞു. അതിൻ്റെ ആഫ്റ്റർ ലൈഫ് നോക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൽ നമ്മൾ യൂസ് ചെയ്ത കോമ്പോണൻസ് നമുക്ക് റീയൂസ് ചെയ്യാനോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാനോ പറ്റണം. അതാണ് പ്രിൻസിപ്പിൾ നമ്പർ 11. That is, at the end of the commercial life of a product, the components of the product should be such that it could be recovered or recycled. അതിനെ റിക്കവർ ചെയ്യാനോ റീസൈക്കിൾ ചെയ്യാനോ പറ്റണം. Next, principle number 12. So material energy input should be renewable rather than depleting. So നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും പിന്നെ എനർജി ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ആയിരിക്കും, നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി റിന്യൂവബിൾ rather than ഡിപ്ലീറ്റിംഗ് എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് ഈ 12 പ്രിൻസിപ്പിൾ, ഗ്രീൻ എഞ്ചിനീയറിംഗിന്റെ 12 പ്രിൻസിപ്പിൾ. സോ ഗ്രീൻ എഞ്ചിനീയറിംഗിന്റെ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാം എങ്ങനെയാണ് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യുക with using the science and technology. സയൻസ് ആൻഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാനാണ് ഗ്രീൻ എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ ആണ് ആൻഡ് യൂസ് ഓഫ് പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് ദാറ്റ് ആർ ഫീസിബിൾ ആൻഡ് എക്കണോമിക്കൽ ആൻഡ് ഇറ്റ് റിഡ്യൂസസ് ദ ഇമ്പാക്ട് ഓഫ് ഹ്യൂമൻ എൻവയോൺമെന്റിന് മേലെ ഹ്യൂമൻ്റെ മേലെ ഇമ്പാക്ട് റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം അതല്ലേ, while minimizing the risk to human health and environment and generation of pollution at the source also. ഇതൊക്കെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരണം. സോ ഗ്രീൻ എഞ്ചിനീയറിംഗിൽ ബേസിക്കലി അതിൽ ഗ്രീൻ എഞ്ചിനീയറിംഗ് അതിൻ്റെ ഫ്രെയിം വർക്കും കൂടി നോക്കുകയാണെങ്കിൽ അതിൽ 12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ 12 പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പറഞ്ഞാൽ അത് ഗോൾസ് മാത്രമല്ല, പക്ഷെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മെത്തേഡ്സ് ടു അച്ചീവ് ദ ഗോൾ ഓഫ് ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന്. ആ 12 പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിവിടെ കണ്ടത്. പ്രിൻസിപ്പിൾസ് ആണ് നിങ്ങളിവിടെ കണ്ടത്. സോ കൺക്ലൂഷൻ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇൻ ടുഡേസ് എൻവിറോൺമെന്റ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഹൗ ലോങ് വി ലിവ് because our earth in a critical position due to man-made disaster. So green engineering should come into act to prevent and overcome the environmental problems. So to overcome the environmental pollution, the product should be reduced, reused, recycled. So the overall conclusion for the green engineering topic in പറയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു എൻവയോൺമെന്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ മാറ്റർ ഹൗ ലോങ് വി ലിവ് now, because നമ്മൾ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ എ ക്രിട്ടിക്കൽ പൊസിഷൻ ആണ്, ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഡ്യൂ ടു മാൻ-മെയ്ഡ് ഡിസാസ്റ്റർ. സോ ഗ്രീൻ എഞ്ചിനീയറിംഗ് ഷുഡ് കം ഇൻ ടു ആക്ട്. നമ്മളിപ്പം പെട്ടെന്ന് തന്നെ ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്ന കോൺസെപ്റ്റിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് അല്ലേ. സോ ഇറ്റ് ഷുഡ് കം ടു ആക്ട് ടു പ്രിവെന്റ് ആൻഡ് ഓവർ എൻവയോൺമെന്റ് പ്രോബ്ലംസ്. ഈ ഓവർ എൻവയോൺമെന്റ് പ്രോബ്ലംസ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാന്നുള്ളത് ടുഡേസ് എൻവയോൺമെന്റ് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. It's very important. So to overcome the environment pollution, the product should be reduced, reused and recycled. Okay. And next topic on sustainable urbanization. Sustainable urbanization. Just അതൊന്ന് പറയാം, ഡിസ്കസ് ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ അത് ഫുള്ള് പറയാം. ഓക്കെ. എന്താണ് സസ്റ്റൈനബിൾ അർബനൈസേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇവിടെ 3 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. സസ്റ്റൈനബിൾ സിറ്റീസും സസ്റ്റൈനബിൾ അർബനൈസേഷനും അതുപോലെ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടും. എന്താണ് സസ്റ്റൈനബിൾ അർബനൈസേഷൻ? സോ നമ്മുടെ വേൾഡ് ഈസ് ബിക്കമിങ് മോർ അർബൻ അല്ലേ. അർബൻ എന്ന് പറഞ്ഞാൽ റൂറലും ഓപ്പോസിറ്റ് അർബൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. സിറ്റീസിലേക്ക് ഏരിയ അർബൻ ഏരിയ എന്ന് പറയും, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള റൂറൽ ഏരിയ എന്ന് പറയും. സോ ദ വേൾഡ് ഈസ് ബിക്കമിങ് മോർ അർബൻ വിത്ത് മോർ ആൻഡ് മോർ പീപ്പിൾ മൂവിങ് ഫ്രം റൂറൽ ഏരിയ ടു അർബൻ ഏരിയ അല്ലേ. നമ്മൾ വേൾഡിൽ ഇപ്പം എന്താ നടക്കുന്നത്? നമ്മൾ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് ശരിക്കും മൂവ്മെന്റ് ഉണ്ട് ആൾക്കാരെ. ദ റീസൺ വൈ പീപ്പിൾ മൂവ് ഫ്രം റൂറൽ ഏരിയ ടു അർബൻ ഏരിയ ക്ലാസിഫൈ ചെയ്യുന്നത് 2 ഫാക്ടർ വെച്ച് ക്ലാസിഫൈ ചെയ്യാം. അതായത് പീപ്പിൾ ദർ ഇസ് എ മൂവ്മെന്റ്, അതായത് പീപ്പിളുടെ ഒരു മൂവ്മെന്റ് ഉണ്ട്, എല്ലാ ആൾക്കാരുടെ ഒരു മൂവ്മെന്റ് ഉണ്ട്. റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയ സിറ്റീസിലേക്ക് ഏരിയയിലേക്ക് ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഷിഫ്റ്റ് ചെയ്യാനുള്ള 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് പറയുന്നത് പുഷ് ഫാക്ടർ ഉണ്ട്, രണ്ടാമത് പുൾ ഫാക്ടർ. പുഷ് എന്ന് പറഞ്ഞാൽ
It's a factor that encourage people to leave the rural area. Push factor എന്ന് പറഞ്ഞാൽ it's a factor that encourage people to leave the rural area. And pull factor are the factors that attract the people to urban area. ഈ pull factor എന്ന് പറഞ്ഞാൽ it's positive reasons ആണ്. പുൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി വരാതെ പോസിറ്റീവ് റീസൺ ആണ്. ഈ പുഷ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നെഗറ്റീവ് റീസൺസ് ആണ്. പുഷ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ സാഹചര്യം കൊണ്ട് നമ്മളൊരു അർബൻ ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നത്. അതായത് ഇപ്പം അൺഎംപ്ലോയ്മെന്റോ അല്ലെങ്കിൽ പോവർട്ടിയോ, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ സെൻസ് ജോലി സാധ്യത ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റീസിലേക്ക് മാറും, അല്ലേ? പുൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമുക്ക് ഒരേ സ്ഥലത്ത് നമ്മൾ റൂറൽ ഏരിയയിൽ ചെയ്യുന്ന ഒരു ജോലിക്ക് അർബൻ ഏരിയയിൽ നമുക്ക് പോകാൻ സമയത്ത് they are paying more money. Money can attract, money can be one of the reason, positive reason. It's a pull factor. So in pull factor is a factor that attract people to urban area. Pull is attraction ആണ്. Push എന്ന് പറഞ്ഞാൽ what നമുക്ക് encourage ആണ്. It's a negative reason, but still this is a factor which encourage people to leave rural area. However, many challenges such as congestion, lack of fund to provide basic service, shortage of adequate housing, poverty, degradation, environment, etc., do exist in cities along with opportunities like job opportunity, better transportation facility, education, hospital facility, etc. So, ഈ പറഞ്ഞ നമ്മളിപ്പോൾ അർബൻ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇവൻ ദോ അവിടെ എന്താ പറയുക അട്രാക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടി there are many challenges. There are many challenges such as congestion in the lack of fund to provide basic services and shortage of adequate housing and poverty in deterioration, etc. exist. Do exist in cities along with opportunities. ഈ പറഞ്ഞ അതായത് ഈ റൂറൽ ഏരിയയിലുള്ള ചില പ്രോബ്ലംസ് സിറ്റീസിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് along with opportunities like job opportunities cities better transportation facility, education, hospital facilities, etc. are available urban areas. സോ ഈ പറഞ്ഞ കാര്യത്തിനപ്പുറം ഈ അതേപോലെ തന്നെ കുറെ ആൾക്കാർ വന്നതിന് അവിടെ ബേസിക്കലി എന്തുണ്ടാവും, കൺജഷൻ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ലാക്ക് ഓഫ് ഫണ്ട് ടു പ്രൊവൈഡ് ബേസിക് സർവീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ബേസിക് സർവീസസ് ആ ഒരു ലാക്ക് ഓഫ് ഫണ്ട് ഉണ്ടാവും. പിന്നെ housing, shortage of adequate housing problem will be there, poverty will be there, degradation environment will be there, etc. So, sustainable urbanization, the evolution of the concept of urban sustainability is based on 4 pillars. So, urban sustainability നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അതിന് 4 പില്ലേഴ്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവണം, സോഷ്യൽ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റ് മാനേജ്മെന്റ്, എഫക്റ്റീവ് അർബൻ ഗവേണൻസ്. Effective urban governance വേണം. So, the evolution of the concept of sustainable urbanization and urban sustainability is based on this 4 pillar: economic development, social development, or this urban sustainability look on and focus on this 4 pillar. 4 points നമുക്ക് പറയാം: environment management and effective urban governance, അല്ലെങ്കിൽ political reason നമുക്ക് പറയാം. സോ നമ്മൾ പുഷ് ഫാക്ടർ പുൾ ഫാക്ടർ നോക്കുകയാണെങ്കിൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്നതാണ് വാട്ട് പുൾ ഫാക്ടർ. അതാണെങ്കിൽ എക്കണോമിക് രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 4 പില്ലേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എക്കണോമിക് ഉണ്ട്, സോഷ്യൽ ഉണ്ട്, എൻവയോൺമെന്റൽ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? അർബൻ ഏരിയ, സിറ്റി ഏരിയയിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നല്ല കുറേ ജോലികൾ ഉണ്ടാവും. ഡിഫറെൻറ്റ് ജോബ്സ് വിൽ ബി അവൈലബിൾ. നമ്മൾ എഡ്യൂക്കേഷൻ, നമ്മളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നമുക്ക് കിട്ടാതിരിക്കാം. ഓക്കെ, മോർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ദിസ് മീൻസ് മോർ ജോബ് ഇസ് ദ ഗുഡ് മണി. നമ്മൾ പേ സ്കെയിൽ കൂടുതലാണ്, ലോ പ്രൈസ് ഓൾസോ, ലോ പ്രൈസ്. ആൻഡ് സോഷ്യൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഗുഡ് എഡ്യൂക്കേഷൻ, വി ക്യാൻ ഗെറ്റ് ഗുഡ് ഹെൽത്ത് കെയർ, ഗുഡ് ഫെസിലിറ്റീസ് ഓൾസോ. ആൻഡ് എൻവയോൺമെന്റൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫൈൻ ഫെദർ, low natural disasters, nice environment, clean water. In political രീതിയിൽ നോക്കുകയാണെങ്കിൽ good governance, less corruption. ഇനി പുഷ് ഫാക്ടർ നോക്കുകയാണെങ്കിൽ എക്കണോമിക് രീതിയിലാണെങ്കിൽ no job, no money, less choice, lot of choice also is there. Less choice ഉണ്ട്, പിന്നെ അതേപോലെ lot of choices are also there. പിന്നെ സോഷ്യൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ poor education, poor health care, unemployment, no social security. That's it. These are the reason why people move to this urban areas. Basically, end factors push factor ഉണ്ട്, pull factor ഉണ്ട്. And environmental രീതിയിൽ നോക്കുകയാണെങ്കിൽ extreme weather condition can be one of the reason.
or natural disaster can be one of the reason, or otherwise pollution can be one of the reason. Environmental രീതിയിൽ നോക്കുകയാണെങ്കിൽ this is the push factor. ഇനി പൊളിറ്റിക്കൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ or corruption. War അല്ലെങ്കിൽ tyrannical corruption can be one of the reason why people move to the urban area. So ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.